സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 1, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 15-ാമത്തെ അധ്യായം. ദാവീദ് രാജാവ് ഹീരാം എന്ന് പറയുന്ന സോർ രാജാവിൻ്റെ സഹായത്തോടു കൂടി തനിക്ക് തൻ്റെ പട്ടണത്തിൽ കൊട്ടാരം ഉണ്ടാക്കി. കൊട്ടാരം മാത്രമല്ല, കൊട്ടാരത്തോട് ചേർന്നുള്ള മറ്റ് കെട്ടിടങ്ങളൊക്കെയും വേണം. അത് അരമനകളെ ഉണ്ടാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പെട്ടകത്തിനായി ഒരു സ്ഥലവും ഒരുക്കി. പക്ഷെ ദൈവത്തിൻ്റെ പെട്ടകം ഇപ്പം അമീനാദാബിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് അത് കൊണ്ടുവരണം. അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദാവീദ് എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിനെയും കൂട്ടിവരുത്തി. ദാവീദ് അഹരോൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. യഹാത്ത്, മെരാരി, ഗർശോം ഇവരുടെയൊക്കെ സന്തതി പരമ്പരകൾ, അവരുടെ പരമ്പരകളിലുള്ള, അവരെല്ലാവരും ലേവ്യരാണല്ലോ, ആ പരമ്പരയിലുള്ള പ്രധാനിയായ യോവേൽ, അവൻ്റെ സഹോദരന്മാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ എല്ലാം കൂട്ടിവരുത്തിയിട്ട് അതുപോലെ തന്നെ പുരോഹിതന്മാരായ സാദോക്ക്, അബ്യാഥാരിനെയും കൂട്ടിവരുത്തി. പിന്നെ ബാക്കിയുള്ള ലേവ്യരായ ഊരിയേൽ, അസായാവ്, യോവേൽ, ശെമയ്യാവ്, എലിയേൽ, അമീനാദാബ് എന്നീ ലേവ്യരെ വിളിപ്പിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലയോ? നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം അത് കൊണ്ടുവരേണ്ട സ്ഥലത്തെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾ ശുദ്ധീകരിച്ചിട്ട്, നമ്മൾ ആദ്യം അത് പോയപ്പോൾ അങ്ങനെ നിയമപ്രകാരം അത് ചെയ്തില്ലല്ലോ, അപ്പോൾ നിങ്ങളെ ശുദ്ധീകരിക്കുക. ബാക്കി ദൈവം എങ്ങനെയാണോ അത് നിയമപ്രകാരം പെട്ടകം ചുമക്കേണ്ടതും കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നുള്ള നിയമം വെച്ചിട്ട് ആ നിയമപ്രകാരം നമുക്കത് കൊണ്ടുവരണം എന്നും പറയുകയാണ്. പിന്നെ അതുപോലെ അവർ അങ്ങനെ ചെയ്തു. അവരെ തന്നെ ശുദ്ധീകരിച്ചു. അവർ എന്നിട്ട് അതിനെ ഇന്നലെ ഞാൻ സംസാരിച്ചതുപോലെ ദൈവം ലേവ്യ പുസ്തകത്തിലൊക്കെയും കൽപ്പിച്ചതുപോലെ എങ്ങനെയാണ് പെട്ടകം ഉണ്ടാക്കേണ്ടത്. ഖദിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ഉയരം വേണം. അതിൻ്റെ വശങ്ങളിൽ പിന്നെ വളയം വേണം. അതിനെ താമ്രം കൊണ്ട് പൊതിയണം. ആ തണ്ട് എടുക്കണം. ആ തണ്ടും താമ്രം കൊണ്ട് പൊതിയണം. അത് ഈ രണ്ട് വശങ്ങളിലുമുള്ള വളയങ്ങളിൽ ചെലുത്തി അതിനെ പുരുഷന്മാരായ അല്ലെങ്കിൽ ലേവ്യരായിട്ടുള്ള ആൾക്കാർ അതിനെ തോളിൽ ചുമന്ന് വേണം കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പോയി. പിന്നെ ദാവീദ് ലേവ്യരിൽ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം, വാദ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വാദ്യങ്ങളും കൊണ്ട് ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിനുള്ള ആൾക്കാരെ എല്ലാം കൂട്ടിവരുത്തി അവരെ കൊണ്ട് അതൊക്കെയും ചെയ്യിച്ചു. മെരാരിൽ കൂശായാവിൻ്റെ മകനായ ഏഥാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിൽ തങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കൂട്ടിവരുത്തി അവരെ അതിന് നിയമിച്ചു. വാതിൽ കാവൽക്കാരെ നിയമിച്ചു. സംഗീതക്കാരെ ഹേമാൻ, ആസാഫൊക്കെ നമുക്കറിയാം. ഏഥാനൊക്കെ നമുക്ക് സങ്കീർത്തനത്തിലൊക്കെയും അവരുടെ സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആസാഫിൻ്റെ സങ്കീർത്തനം എന്നൊക്കെ. അതുകൊണ്ട് അവരെയൊക്കെയും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും പിന്നെ ബാക്കിയുള്ളവരെ വീണകൾ ധ്വനിപ്പിക്കാൻ. അപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ ഉച്ചത്തിൽ അത് കേൾക്കാനൊക്കെ. ആൾ കുറയുന്നു, അതിൻ്റെ ശബ്ദം കുറയും. അപ്പം അതുകൊണ്ട് അതിന് ഇപ്പം വീണയാണെങ്കിൽ തന്നെ അതിന് മാത്രം ആൾക്കാർ, കിന്നരം വായിക്കാനാണെങ്കിൽ അതുപോലെ ആൾക്കാർ, തപ്പ് കൊട്ടാനാണെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ, അത്രയും ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഇത് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. പിന്നെ അതിൽ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് എലയാസർ എന്നീ പുരോഹിതന്മാർ. അതിൽ ശെബന്യാവ്, യോശാഫാത്ത്, നെഥനയേൽ, അമാസായി, സെഖര്യാവ്, ബെനായാവ്, എലയാസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതി. കാഹളവും ഒരു വലിയ ശബ്ദം ധ്വനിപ്പിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. ഓബേദേദോവും യെഹിയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു. ഇങ്ങനെ ദാവീദ് ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിൽ നിന്ന് അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് ഓബേദേദോമിൻ്റെ വീട്ടിൽ വന്നല്ലോ. അപ്പം ഓബേദേദോമിൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അവർ ദൈവം ലേവ്യർക്ക് വളരെ സഹായം ചെയ്തു. അതുകൊണ്ട് അവർ 7 കാള, 7 ആട്ടുകൊറ്റൻ ഇതിനൊക്കെ യാഗം കഴിച്ചു. അങ്ങനെ അവർ ആ പെട്ടകം കൊണ്ടുവരികയാണ്. ദാവീദിൻ്റെ നഗരത്തിലെത്തി എന്നും നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു ചെറിയൊരു സംഭവം വായിക്കുന്നത്, ദാവീദിൻ്റെ ഭാര്യയായി
ശൗല് കൊടുത്ത ശൗലിൻ്റെ മകളായ മീഖൾ ഇദ്ദേഹം കൊട്ടാരത്തിൻ്റെ കിളിവാതിൽ നിന്നിട്ട് നോക്കിയിട്ട് ദാവീദ് രാജാവ് തന്നെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിൽ നിന്ദിച്ചു എന്നാണ് വായിക്കുന്നത്. പക്ഷേ ഈ ദാവീദ് തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ ഇതിനേക്കാളും വലുത് ചെയ്യും, ഞാൻ ഇതിനേക്കാൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നതിനാകും, ആയാലും നിസാരമില്ല, ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ ദൈവത്തിന് വേണ്ടി ഇതിനപ്പുറവും ചെയ്യുമെന്ന് ദാവീദ് വേറെ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പെട്ടകം ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ, സിയോൻ കോട്ട, അതാണല്ലോ യെബൂസ്യരിൽ നിന്ന് പിടിച്ച സിയോൻ കോട്ട, ആ ദാവീദിൻ്റെ പട്ടണം എന്നാണല്ലോ അതിന് പിന്നീട് അത് പറയുന്നത്. ദാവീദിൻ്റെ പട്ടണത്തിൽ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രണ്ടാമത്തെ വായന ഭാഗം എഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായം. സോറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ ദൈവത്തിൻ്റെ അരുളപ്പാട് തുടരുകയാണ്. ഇവിടെ ഒരു വിലാപം തുടങ്ങി സോറിനോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ, സോറിനെ കുറിച്ചാണ്. ഞാൻ പരിപൂർണ സുന്ദരിയാകുന്നു എന്ന് നീ പറയുന്നുണ്ടല്ലോ. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു. നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണയാക്കിയിരിക്കുന്നു. തേനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ പാർശ്വമൊക്കെയും പണിതിരിക്കുന്നു. പിന്നെ പറയുന്നത് ബാഷാനിലെ കരുവേലകം, കിത്തീബ് ദ്വീപിൽ നിന്നുള്ള പുന്നമരം, ആനക്കൊമ്പ്. അപ്പം അങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ പല സ്ഥലങ്ങളെ സംബന്ധിച്ച് വായിക്കുന്നത്, ഇവരുമായിട്ട് കച്ചവടം ചെയ്ത ഒരുപാട് സ്ഥലങ്ങൾ, ഏലീഷ ദ്വീപുകൾ, പിന്നെ യാവാന്, തൂബാല്, മേശക്ക്, തോഗ്ദർമ്മ ഗ്രഹക്കാർ, ദേദാന്യര്, ആരാമ്യര്, യഹൂദ്യർ, ഇസ്രായേലിയർ, ദമ്മശേക്കുകാർ, അറബികൾ, യവനന്മാർ, വെദാന്യർ, ശബയിലെയും രമയിലെയും വ്യാപാരികൾ, ഹാരാനും കൽനയും ഏദനും അശൂര്, കിൽദീം ഒക്കെ ഇവരുടെ കച്ചവടക്കാരായിരുന്നു. അവരുടെ ദേശത്ത് വരികയും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായ ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, മേൽത്തരമായ സുഗന്ധ വർഗ്ഗങ്ങൾ, പരിമള തൈലം, ഇതൊക്കെയും രത്നങ്ങൾ, ഇതൊക്കെയും അവരുടെ ചരക്കിന് പകരം തന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ തീരത്തില്ല, അത് ഒരുപാട് സമയം എടുക്കും. വായിച്ച് തന്നെ 27-ാം അധ്യായം അത് വായിക്കണം. എത്ര തന്നെ വർണ്ണനകളാണ്, വർണ്ണനയല്ല, അതിലുള്ള മെച്ചപ്പെട്ട കാര്യങ്ങൾ, അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഗതികൾ, മേൽത്തരമായ കാര്യങ്ങൾ, അതാണ് ഇതിനകത്ത് ഒരു പ്രദേശത്തിൻ്റെ വാല്യൂവിലേക്ക് ഉയർത്തപ്പെടുന്നത്. സാധാരണ എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങൾ അല്ല, മറിച്ച് മേൽത്തരമായ സാധനങ്ങളാണ് അവർക്ക് വേണ്ടത്. അത് കൊടുത്തിട്ട് അവർക്ക് ചിലപ്പം നമുക്ക് ഇപ്പം പറയാനാണെങ്കിൽ അരിയോ ഗോതമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അവർക്ക് അരിയൊന്നും അല്ല, ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ്, അത് കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ലഭിക്കുന്നത് ഇത്തരം മേൽത്തരമായ സംഗതികളാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടിയിരിക്കും, ഇവരങ്ങോട്ട് കൊടുക്കുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും. ഇപ്പം ഈ തരത്തിലാണ് പഴയ ബാർട്ടർ സിസ്റ്റമാണല്ലോ. ഈ പറഞ്ഞ പോലെ പണമല്ല കൊടുക്കുന്നത്, അതിന് പകരം സാധനങ്ങൾക്ക് പകരം സാധനമാണ്. അപ്പം അവർക്ക് ദൗർലഭ്യമുള്ള കാര്യങ്ങൾ മേടിക്കുമ്പോൾ, അവിടെ കിട്ടാത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരതിന് അതുപോലെ വാല്യൂ ഉള്ള സാധനങ്ങളായിരിക്കും അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ടും അങ്ങനെയാണ് അതിൻ്റെ കച്ചവടം നടക്കുന്നത്. പക്ഷേ ഇത് മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി 3 ഭാഗങ്ങളിലൂടെ, 3 അതിരുകളിലൂടെയും കപ്പലിലൂടെ വരാൻ സൗകര്യമുള്ളതുകൊണ്ട് ഒരുപാട് കപ്പലുകൾ വരുന്നുണ്ട്, ഒരുപാട് യാത്രക്കാർ വരുന്നുണ്ട്, ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്, ഒക്കെയും കൊണ്ട് അത് വായിച്ച് തന്നെ മനസ്സിലാക്കണം. വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സോറാണ് ഈ നശിപ്പിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ദൈവം ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അവൻ്റെ അവസാനം ഇപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്യങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുമായിട്ട് കച്ചവടം ചെയ്തവർക്കൊക്കെ പരിഭ്രമം വരും. കാരണം ഇനി അങ്ങനെ ഒരു കച്ചവടം ഇല്ലല്ലോ, ഇനി അത്തരം കാര്യങ്ങളിലേക്ക് പോകാനൊക്കത്തില്ല. അവിടെ ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് രാജ്യക്കാരുടെ, ഒരുപാട് രാജാക്കന്മാരുടെ, ഒരുപാട് സഞ്ചാരികളുടെ ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ദുബായ് അല്ലെങ്കിൽ അതുപോലെ സിംഗപ്പൂർ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് ഒരു പോർട്ടുകളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻസാണ് ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയ്ക്കുള്ള. ഇപ്പം ഇന്ത്യയിൽ നിന്ന്
ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് സിംഗപ്പൂർ ഇറങ്ങി 2 ദിവസം നിന്ന്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകും. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും വരുന്ന ആൾക്കാർ ചിലപ്പം 2 ദിവസമൊക്കെ സിംഗപ്പൂരിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഇതിനുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ഒരു സ്ഥലമായിട്ട് പറയുന്നത് പോലെ തന്നെ ഈ സ്ഥലവും അത്തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടാറുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ ചെന്നാൽ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ മേൽത്തരമായ കാര്യങ്ങൾ, അത്ര മഹത്വമുള്ളൊരു സ്ഥലമായിരുന്നു സോർ. ആ സോറിന് തകരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരെല്ലാവരെയും അത് ബാധിക്കും. അവരുടെ കച്ചവടം ബാധിക്കും, അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെ തകരാറ് വരും. അപ്പോൾ ഇതിൻ്റെ അവസാനം എഴുതി, വ്യാപാരത്തിലും പെരുപ്പം കണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നരാക്കിയ നീ സമുദ്രത്തിൽ ഇന്ന് തകർന്നുപോയി. നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിലെ ആഴത്തിൽ വീണിരിക്കുന്നു. ദ്വീപ് നിവാസികളൊക്കെയും നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു. അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു. ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂള കൊത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. അപ്പം ഈ ഒരു നാശം എന്ന് പറയുന്നത്, നാശം ഉണ്ടായിട്ട് പിന്നീട് ഉയർന്നു വരാമെന്നുള്ളൊരു അവസ്ഥ അവിടെ ഇല്ല. അത് എന്നേക്കും സോർ എന്ന ആ ദേശം, സോർ എന്ന സംവിധാനം, സോർ എന്ന ഘടന, സോറിൻ്റെ ആ എല്ലാ കാര്യങ്ങളും, സോർ എന്ന പേര് തന്നെ വേണമെങ്കിൽ ഇല്ലാതായി, ഇനി അതില്ല. അങ്ങനെ ആ തരത്തിൽ അതില്ല. ആ ദേശം അവിടെ ഉണ്ടാവും, ആ മണ്ണും ഭൂമിയും 3 ഭാഗവും കടലും ഒക്കെ അവിടെ ഉണ്ടാവും, ദേശം ഇവിടെ ഉണ്ടാവും. പക്ഷെ ആ ഒരു അവസ്ഥ, ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിൽ അത് തുടരുകയില്ല, അത് അങ്ങനെ ഇല്ലാതെ പോകും. അതിൻ്റെ ഉദാഹരണം പറയുന്നത്, നമ്മൾ ഇസ്രായേൽ രാജ്യം എങ്ങനെയാണോ പൂർണ്ണമായും നശിച്ചു പോയത്, ഇല്ലാതായി തീർന്ന്, അങ്ങനെ സംഗതി അവിടെ ഇല്ല. ആ ദേശമൊക്കെ അവിടെ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അവിടെ താമസിക്കുന്നവർ വേറെ ആയിരുന്നു എന്ന് പറയുന്ന പോലെ അതവിടെ പൂർണ്ണമായി ഇല്ലാതാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ സോർ ഇല്ലാതാകും എന്ന് തന്നെയാണ്. ഇപ്പം നാളെ നമ്മൾ വായിക്കാനിരിക്കുന്ന 28-ാം അധ്യായത്തിലും കൂടെ ഈ സോറിനെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെ, അതിൽ സോർ പ്രഭുവിനോട് പറയേണ്ടതെന്നും പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. ഇത് അവസാനത്തെ അധ്യായവും കൂടെയാണ്. ഈ അധ്യായത്തോടുകൂടി ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുകയുമാണ്. ഇന്നലെ നമ്മൾ കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എവിടെയാണ് യേശുക്രിസ്തുവിനെ അടക്കിയതെന്ന് കാണുകയും അവിടെ സുഗന്ധവർഗവും പരിമളതൈലവും ഒക്കെ ഒരുക്കി ശബത്തിലായതുകൊണ്ട് ഒന്നും ചെയ്യാതെ ശബത്ത് കഴിയുന്നവരെ കാത്തിരുന്നു. അവർ എന്നിട്ട് 24-ാം അധ്യായം നമ്മൾ തുടക്കം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അപ്പോൾ കല്ലറയിൽ കല്ല് വെച്ചിട്ടൊക്കെ പോകുന്ന ഒരു ദിവസം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവിടെ എത്തുമ്പോൾ ആ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി. അപ്പം തന്നെ അവർക്ക് വല്ലാത്ത ഭയമോ അല്ലെങ്കിൽ പരിഭ്രമമോ എന്താണ് സംഭവിക്കുന്ന അത്ഭുതമോ ഒക്കെ ഉണ്ടായി. അകത്ത് ചെന്ന് നോക്കിയപ്പം കർത്താവിൻ്റെ ശരീരം അവിടെ കാണുന്നുമില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിഞ്ഞു നിൽക്കുമ്പോൾ അവരോട്, നിങ്ങൾ ജീവനുള്ളവരുടെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മുമ്പും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ ഗ്രഹിച്ചില്ല. എന്നാൽ ഇപ്പോൾ മുതൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഗ്രഹിച്ചു തുടങ്ങുകയും ചെയ്യും. അതിപ്പോൾ ഇവിടെ ഉള്ളത് ശിഷ്യന്മാരല്ല, സ്ത്രീകളാണ്. അപ്പോൾ അവർ മുമ്പ് ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ക്രിസ്തുവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അവരവൻ്റെ വാക്ക് ഓർത്തു, കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. 11 എന്ന് പറയുന്നത് ഇപ്പോൾ 12 ഒരാളില്ല, 11 ഉള്ളൂ, 11 ഉള്ളൂ, യൂദ ഇല്ല. 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലനക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ എന്നിവരാണ് ഈ പറഞ്ഞ സ്ത്രീകൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സ്ഥലം കണ്ടുപോയ സ്ത്രീകളുടെ വിവരണം ഇപ്പോഴാണ് ഇവിടെ പറയുന്നത്. മഗ്ദലനക്കാരത്തി മറിയ ഉണ്ടായിരുന്നു, യോഹന്ന ഉണ്ടായിരുന്നു, യാക്കോബിൻ്റെ അമ്മ മറിയ ഉണ്ടായി. യാക്കോബിൻ്റെ അമ്മ മറിയ എന്ന് പറഞ്ഞാൽ ആരാ? അത് യേശുക്രിസ്തുവിൻ്റെ അമ്മ തന്നെയാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ എന്ന് പറയാത്തത്? നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. യേശുവിൻ്റെ അമ്മയെന്ന് പറയാൻ ഇന്നിപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിന് മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം പിതാവില്ല, മാതാവില്ല,
വംശാവലിയില്ല. പിതാവും മാതാവും വംശാവലിയും ഇല്ലാത്ത മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായ ആകപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർക്കപ്പെട്ട യേശുവിന് ഇനി അപ്പനുമില്ല, അമ്മയുമില്ല, വംശാവലിയുമില്ല. ദൈവരാജ്യത്തിലെ ആദ്യത്തെ സന്തതി, ഫസ്റ്റ് ബോൺ, അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആദ്യ സന്തതി ഫസ്റ്റ് ബോൺ ആണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സന്തതിയാണ്, ദൈവരാജ്യത്തിലെ ആദ്യത്തെ സന്തതിയാണ്. ഇതിനു മുമ്പ് ആരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സന്തതിക്ക് പിതാവും മാതാവും ഒന്നും ഇല്ലല്ലോ, ആദ്യത്തെ സന്തതി ഫസ്റ്റ് ബോൺ. ആ അർത്ഥത്തിലാണ് അത് പറയുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ പിതാവും മാതാവും ഇല്ലാത്ത ആളല്ലല്ലോ മൽക്കീസേദക്കിന് അപ്പനും അമ്മയും ഉണ്ട്, പക്ഷെ അതവിടെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്, ആരെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവരാജ്യത്തിലെ ഫസ്റ്റ് ബോൺ എന്ന നിലയ്ക്ക് മാതാവുമില്ല, പിതാവുമില്ല, വംശാവലിയുമില്ല, മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നാണ് പറയുന്നത്. എന്നേക്കും ഒരു പുരോഹിതൻ, ആ പുരോഹിതനായിട്ട് ഉയർത്തും. ഇനിയിപ്പം യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയാൻ മറിയെ അങ്ങനെയല്ല ഇനിയും പറയുന്നത്. മുമ്പോട്ടുള്ള പല ഭാഗത്തും ഇനി യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാനേ കഴിയുകയില്ല. അങ്ങനെ മഗ്ദലക്കാരത്ത് മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ എന്നിവർ തന്നെ എന്നാണ് പറയുന്നത്. അവരോട് കൂടെ മറ്റു സ്ത്രീകളും, അത് അപ്പോസ്തലന്മാരോട് വന്നു പറഞ്ഞു. അപ്പോൾ വേറെ സ്ത്രീകൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അതായിരുന്നുള്ള പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അവർക്കിത് കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല. ആരാണ്? ശിഷ്യന്മാർ. എന്നാൽ പത്രോസ് ഓടിച്ചെന്ന് കല്ലറയിൽ നോക്കിയപ്പോൾ അവിടെ തുണി മാത്രം കണ്ടു. സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോകുന്നു. അപ്പോഴും അവർ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇനിയും വായിക്കാൻ പോകുന്നത്. അന്ന് 2 പേർ ഈ അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ്, അപ്പോൾ അതായത് ഒന്നും അറിയാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തോടു കൂടി അവർ എല്ലാം വിഷമിച്ചും തകർന്നും പ്രത്യാശ നഷ്ടപ്പെട്ടും പോകുന്നവരുടെ കൂട്ടത്തിലുള്ള 2 പേരാണ് ഈ എമ്മൗസിലേക്ക് നടന്നു പോയവർ. അവർ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചും തർക്കിച്ചും ഒക്കെ പോകുമ്പം ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് കൂടെ അടുത്ത് പതുക്കെ ഇങ്ങനെ നടന്നു കൂടെ പോയി. ആരാണ് ക്രിസ്തു, ആരാണെന്ന് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ തക്കവണ്ണം അവർക്ക് ഒരു മറയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ നിരോധിച്ചിരുന്നു അതിനെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ തർക്കം എന്നൊക്കെ ചോദിച്ച് മുമ്പോട്ട് വേണം. അതിൽ ക്ലയോപ്പാവ് എന്നുള്ള പേരുള്ളവൻ, അപ്പോൾ അതിലൊരാൾ ക്ലയോപ്പാവാണ്. യെരുശലേമിലെ പരദേശികൾ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ സംഭവിച്ച കാര്യം നീ മാത്രം അറിഞ്ഞില്ല, ബാക്കി എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പം എന്നിട്ട് എന്ന് ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായൻ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളൊക്കെ ആ പാപത്തിന് മരണശിക്ഷ ഏൽപ്പിച്ച് കൊന്നു. ഞങ്ങളും അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു, അവനെ കണ്ടില്ല താനും. ഇനിയാണ് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സംസാരത്തിലേക്കും കാര്യത്തിലേക്കും അവിടെ അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. ഇതൊക്കെ വളരെ 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 ബൈബിളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ പ്രവാചകന്മാർ പറയുന്നത് എന്താണ്? വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നവരാണ് പ്രവാചകന്മാർ. അല്ലാതെ പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന യേശുവിനെക്കുറിച്ചാണ് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മുമ്പെങ്ങാണ്ട് ഉണ്ടായിരുന്ന യേശുവിനെക്കുറിച്ചല്ല, എവിടെയെങ്കിലും ജീവിച്ചിരുന്ന യേശുവിനെക്കുറിച്ചല്ല. ബൈബിളിൽ ഈ പുതിയ നിയമത്തിൽ യേശു ജനിക്കുന്നതും മുമ്പ്, അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളിലല്ലാതെ എവിടെയെങ്കിലും ജീവിച്ചിരുന്ന യേശുവിനെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് ചിലർ പറയുന്നത് യേശു മുമ്പ് ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരം തെറ്റായ കാര്യങ്ങളെ, ആ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കാൻ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? ആരാണ് പറഞ്ഞിരിക്കുന്നത്? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. ഇങ്ങനെയാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട്
മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും. അവിടെ മോശ തുടങ്ങിയുള്ള മോശ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ദൈവം എഴുന്നേൽപ്പിച്ചു തരും, അവൻ്റെ വാക്ക് കേൾക്കണം. ഇതൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മോശ പറഞ്ഞത്. എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അത് യേശുവാണ്. അപ്പോൾ ആ പ്രവാചകൻ, അത് മോശ പോലും ആ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്ന യെശയ്യാവും എല്ലാവരും ഈ പ്രവചനം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കുറിച്ചുള്ള പ്രവചനം. അത് തിരുവെഴുത്തുകളിൽ നിന്ന് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവർ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോടുകൂടെ പാർക്കാം, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. എന്നിട്ട് അവരോടുകൂടെ യേശുക്രിസ്തു പാർത്തു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവരുടെ കണ്ണു തുറക്കുന്നത്. അങ്ങനെ യേശുവിനെ അവർ അറിയുകയാണ്. അവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് അവർ തമ്മിൽ പറയാണ്, അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അപ്പോൾ അവർക്കത് ആ ഫീലുണ്ട്. ആ തിരുവെഴുത്തുകൾ യേശുക്രിസ്തു മനസ്സിലാക്കി കൊടുക്കുമ്പം അവരുടെ ഉള്ളം വല്ലാതെ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അവർക്കുണ്ടായ അനുഭവമാണ്. അത് ശരിയാണ്. അതായത് ഈ പറഞ്ഞ യേശു തന്നെയാണ് ഈ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. യേശു തിരുവെഴുത്തുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഇതിനെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്, മനസ്സിലാക്കി തന്നത്. ശരിയാണല്ലോ എന്നുള്ളതിൻ്റെ ഉറപ്പിക്കലാണ് അവർ തമ്മിലുള്ള ആ ചർച്ച അല്ലെങ്കിൽ വർത്തമാനം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ വന്നിട്ട് കർത്താവ് വാസ്തവമായി ഓർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പോൾ ഇവരും അവിടെ ചെന്ന് വഴിയിൽ സംഭവിച്ചതും അവൻ യാത്രക്കിടയിൽ അപ്പം നുറുക്കി ഞങ്ങൾക്ക് തന്നതുമൊക്കെ അവരോട് വിവരിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ആ വിശ്വാസത്തിലേക്ക് പതുക്കെ, ആദ്യമൊക്കെ വളരെ പാടായിരുന്നു, എന്നാൽ അവർ ആ വിശ്വാസത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവിടെ മുമ്പിൽ വന്ന് ചാടി, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നതെന്ന് അവർക്ക് തോന്നി. അവരോട്, നിങ്ങൾ കലകുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തെ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് ക്രിസ്തു പറയാണ്. വന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് കൈയും കാലും ഒക്കെ അവർ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, അപ്പം കയ്യിലെ ആണിയടിച്ച പാടുകളും കാലിലെ ആണിയടിച്ച പാടുകളും ശരീരത്തിൽ അനുഭവിച്ച ചാട്ടവാറടിയും ഒക്കെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അത് അതിശയിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ അങ്ങോട്ട് വിശ്വസിച്ച് വരുന്ന നമുക്ക് വലിയ പാട്. തിന്നുവാൻ വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ വറുത്തമീനും തേൻകട്ടയൊക്കെ കൊടുത്തു. അത് വാങ്ങി അവർ കാണുക, തിന്നുകയും ചെയ്തു. അപ്പം തിന്നാനും ഒക്കെ പറ്റുന്ന ഒരു ശരീരമായി യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ തന്നെ ശരീരം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെ പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം. മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എഴുത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ഈ വചനം അതിനും സാക്ഷ്യപ്പെടുത്തുകയാണ്, ആ കാര്യവും സാക്ഷ്യപ്പെടുത്തുക. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എഴുത്തുകളും അറിയിപ്പുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജീവിച്ചിരുന്ന യേശുവിനെ പഴയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണാനൊക്കത്തില്ല എന്ന് നമ്മൾ ഗ്രഹിക്കണം. അല്ലാതെ നമ്മൾ പറയുകയാണ് യേശു ക്രിസ്തു ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു, അപ്പം ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ആള്, ഇതൊക്കെ തമ്മിൽ നിങ്ങൾ സ്വയം തന്നെ ചിന്തിച്ച് നോക്കണം. നമ്മൾ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് തമ്മിൽ കോൺട്രഡിക്ടറി അല്ലേ, വൈരുദ്ധ്യങ്ങളുള്ളതല്ലേ ഈ ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കണം. ഇവിടെ പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എഴുതിയ എഴുത്തുകളേ ഉള്ളൂ. അത് നിവൃത്തിയായപ്പോഴാണ് യേശുക്രിസ്തു മറിയയുടെ വയറ്റിൽ ഉണ്ടായി, അത് ജനിച്ച് പുറത്ത് വരുമ്പോൾ മാത്രമാണ് യേശുക്രിസ്തു എന്ന വ്യക്തി ഉണ്ടായത്. അത് മുതലേ ഉള്ള യേശുക്രിസ്തു, അതിനു മുമ്പ് യേശുക്രിസ്തു ഇല്ല. പഴയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് യേശുക്രിസ്തുവിനെ, ഒരു ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനെ കണ്ടെത്താനും സാധിക്കില്ല. മനുഷ്യർ പലതും പറയും, അതാണ് ഇതാണെന്നൊക്കെ പറയും. ബൈബിളിലില്ല എന്നുള്ളത് ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി
സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തീകരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കില്ല, അവർ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം ചെയ്തു. അല്ലാതെ അവിടുന്ന് അവർ തമ്മിലിങ്ങനെ ദൂരെ അകന്നകന്ന് പോവുകയാണ്. അങ്ങനെ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് വന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവർ പുതിയൊരു മനസ്സായി. അവർ യേശുക്രിസ്തു തങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും വന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അവർ ഗ്രഹിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ യേശുക്രിസ്തു പറഞ്ഞ സമയത്ത് അവരോട് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച്, ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അവർക്ക് കണക്റ്റായി വരികയാണ്. അപ്പോൾ ഇന്ന് സന്തോഷത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇല്ല എങ്കിലും മരിച്ചുപോയ യേശുക്രിസ്തു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു ഒരിടത്തുണ്ട് എന്നുള്ള ആ വലിയ മഹാസന്തോഷത്തോടു കൂടി ആയിരിക്കും ഞാൻ. ഇപ്പം യേശുക്രിസ്തു കൂടെ ഇല്ലെങ്കിലും ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഇന്ന് ശിഷ്യന്മാരും ബാക്കി പുതുതായി വന്ന ഡിസൈപ്പിൾസും പുതുതായി വന്ന ശിഷ്യന്മാരും യേശുക്രിസ്തുവിൻ്റെ അമ്മയും മറ്റ് മഗ്ദലക്കാരത്തും മറിയും മറ്റ് ഒരുപാട് സ്ത്രീകളൊക്കെ അവരിന്ന് വലിയ സന്തോഷത്തിലാണ്. ഇതാണ് ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, ലൂക്കോസിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച. ആ സന്തോഷമാണ് നമ്മുടെ ഉള്ളിലേക്കും വരേണ്ടത്. വർഷത്തിലൊരിക്കൽ വെള്ളിയാഴ്ച വിഷമിച്ച് കഞ്ഞി കുടിച്ച് വിഷമിച്ച് കഷ്ടം അയ്യോ എന്ന് പറഞ്ഞിരിക്കുക, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? അതൊക്കെ കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റില്ലേ? ഇന്ന് നമ്മളും ദുഃഖവെള്ളിയുടെ കഞ്ഞിയും കുടിച്ച് ദുഃഖവെള്ളിയുടെ കരച്ചിലും കരിഞ്ഞിരിക്കേണ്ടവരല്ലോ, മറിച്ച് ഉയർപ്പിൻ്റെ സന്തോഷം നമ്മൾ കൊണ്ടു നടക്കേണ്ടവരാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളുടെ, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഒക്കെ നമ്മൾ നമ്മുടേതായ ക്രൂശ് വഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ പുറകെ പിൻപറ്റുക എന്നുള്ളതാണ്. അത് വർഷത്തിലൊരിക്കലും ഉണ്ടാകേണ്ടതല്ല, എപ്പോഴും എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ ഉയർപ്പിൻ്റെ അനുഭവം ഒരു വർഷത്തിലൊരു ഞായറാഴ്ച ഉണ്ടാകേണ്ടതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഉണ്ടാകേണ്ടതാണ്. ആ ഉയർപ്പിൻ്റെ സന്തോഷം നമ്മൾ ജീവിക്കുമ്പം അതിനിടയ്ക്ക് ഒരു ദിവസം സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യം ഇല്ല. ഇവിടെ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നുമില്ല. അപ്പോഴാണ് ഭൂമിയിൽ ചില ആളുകൾ അവരുടെ ബുദ്ധി പ്രകാരം ദൈവം ഒരു ദിവസം ഉറങ്ങിക്കോട്ടെ, ഞങ്ങൾ ഉണർന്നിരിക്കാം എന്നൊക്കെ പറയുന്ന സംഗതി. ഞങ്ങൾ ഉണർന്നിരിക്കാം, രാത്രി മുഴുവൻ ഞങ്ങൾ ഉണർന്നിരിക്കാം, ദൈവം ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ഇവിടെ രാത്രിയാകുമ്പം അമേരിക്കയിൽ പകലാണ്. അപ്പം ദൈവം ഏത് സമയത്ത് ഉറങ്ങും? ദൈവം ഇന്ത്യയിലല്ലേ രാത്രി. ആ രാത്രി ഉറങ്ങണോ അതോ അമേരിക്കക്കാരുടെ രാത്രിയിൽ ഉറങ്ങണോ? ഇതൊക്കെ കൺഫ്യൂഷനല്ലേ. അപ്പോൾ ഇതൊക്കെ മാനുഷികമായ മണ്ടത്തരങ്ങൾ എന്നല്ലാതെ ഒന്നും അതിനകത്ത് പറയാനില്ല. അവിടെയാണ് ഉറങ്ങാത്ത മയങ്ങാത്ത പരിപാലകനുള്ള യഹോവയായ ദൈവത്തിൻ്റെ അറിയുവാനും വിശ്വസിക്കുവാനും അതിനുള്ള ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരെയും പോലെയുള്ള മനുഷ്യർ. അവിടെ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ വഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉയർപ്പും നമ്മളെപ്പോഴും ആ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ്. അവിടെ ഏതെങ്കിലും ദിവസം കരഞ്ഞ് നിലവിളിക്കേണ്ടവരല്ല. പക്ഷെ അത് എപ്പോഴും ഉണ്ടാകേണ്ട കാര്യങ്ങളെ എപ്പോഴായിട്ട് ഏതെങ്കിലും ഒരു സമയത്തേക്കായിട്ട് പരിമിതപ്പെടുത്തി പ്രകടനങ്ങളിൽ അഭിരമിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് അതിനേക്കാൾ ഉയർന്ന നിലവാരം കാണിച്ച് ദൈവത്തിന് പ്രസാദമായി ജീവിക്കേണ്ടവരാണ്. അനുഗ്രഹിക്കട്ടെ ദൈവം. ഈ വാക്കുകളൊക്കെയും ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും സത്യമായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. എന്നുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി.